ലജ്ജാവതി നിന്റെ കള്ളക്കാട കണ്ണിൽ താഴമ്പൂ താമരപ്പൂ തൈലോ തെന്നിലാവൂ. ഞാൻ എന്തൊരു പാട്ടാണ്. ലജ്ജാവതി നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂ താമരപ്പൂ തേനൂ തെന്നിലാവൂ. അച്ഛാ ഞാൻ എന്തൊരു പാട്ടാണെന്നറിയാം. ഞാൻ ലജ്ജാവതി എന്റെ പാട്ട് കേട്ട് നാട്ടുകാർ ഉറങ്ങില്ല മോനെ. പുറത്തുനിന്ന് വന്നു പരാതിയാ പോലീസ് സ്റ്റേഷനിൽ. മോൻ പാടിയാൽ ഞങ്ങളൊക്കെ വീടൊഴിഞ്ഞു പോകുമെന്ന് അറിഞ്ഞിട്ട്. ഓടാ പട്ടി. എന്നോട് ഞാൻ പലപ്പോഴും പറയണ ഞാനൊരു തന്തയാണ്. ഈ വായ തുറന്നു കഴിഞ്ഞാൽ വൃത്തികേടെ പറയുള്ളൂ. ഒരു തന്തയല്ലോടോ ഞാൻ. മോനെ ഞാൻ തുടങ്ങി എന്താണടാ എന്റെ കോലോ. ജിംനാസ്റ്റിക്കിൽ ഇതല്ലേ അർണോൾഡിനെ കണ്ടോ? അർണോൾഡിനെ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ അച്ഛനെ ഞാൻ കണ്ടില്ല. എൻ്റെ അച്ഛൻ ഞാനാണത്. എല്ലാം എൻ്റെ പൊന്നോ മോനജി എന്തൊക്കെയാ കളിക്കണത്. ബുദ്ധി ഇല്ലെങ്കിൽ ഇങ്ങനെയായി പോവുക മനുഷ്യൻ. അല്ല കട്ടല്ല കട്ടല്ല കട്ടെടുത്താന്ന് തരും ഞാൻ അടുക്കളയിൽ നിർത്തിയിട്ട്. എടാ ഈ ആ തെമ്മാടിത്തരും വൃത്തിയോടൊക്കെ നിർത്തിയിട്ട് ഒരു മാന്യനായി ജീവിക്കൂ. കാരണം നീ ചെറുപ്പത്തിൽ നീ ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി നിനക്ക് എത്ര പൈസ ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. എന്തിനു എന്നെ ഒന്ന് ഭംഗിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എടാ ഒരൊറ്റ ഒന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ നിലത്തും വെച്ചില്ല മുകളിലും കയറ്റിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞ് നിനക്ക് പല്ല് തേക്കാൻ വരെ ഞാൻ ഓർലിക്സാ. നിന്റെ ഭംഗി എന്റെ ഭംഗിയാ. എന്നിട്ട് കോപ്പ ഇത്ര കറുത്തു പോയല്ല എന്റെ പൊന്നുമോനെ കറുത്തന് വേറൊരു സങ്കടം ഉണ്ട് അച്ഛന്. നിന്റെ അമ്മയും ഞാനും എൻ്റെ വൈഫ് ഞങ്ങൾ രണ്ടാളും കൂടെ അന്നൊക്കെ നിന്നെയായിരുന്നു. നീ അന്ന് വല്ല ആ ഈ നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു വലിയൊരു കുട്ടിയായിരുന്നു. വെള്ളത്തിൽ സോണികാന്തി പെറ്റമായിട്ടാ തോന്നുക. അങ്ങനെ എന്നെ എടുത്തിട്ട് ഞാൻ എല്ലാ വീട്ടിലും പോകും. ഇറക്കാനല്ല എൻ്റെ മോൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം അന്യം കൊണ്ട് കോട്ടക്കൽ ആര്യവൈശാല കാണാൻ പോയി ഞാൻ എൻ്റെ അമ്മയും കൂടെ. ഞങ്ങളിങ്ങനെ നടന്ന് ആര്യവൈശാലിൻ്റെ പിന്നെ മാനേജിങ് ഡയറക്ടർ ഉണ്ട്. പിന്നെ എനിക്കറിയില്ല. അവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ അപ്പോൾ ഓരോ കഷായം ഉണ്ടാക്കണേ ദശമൂലായിഷ്ടങ്ങണ്ട് ഡൈലൂട്ട് ചെയ്യണം ഇളഞ്ചൂടിൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് ആലോചിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒക്കത്ത് വീടുപോയി. എടാ ദുഷ്ടല്ല. പിന്നെ പൊക്കി നോക്കുമ്പോൾ ഈ കളറായിപ്പോയി. ഒന്നും പോലെ തന്റെ കുഴപ്പമില്ല. വൃത്തികളൊന്നും അല്ല അതിനെക്കൊണ്ട് ആരെങ്കിലും തന്നെ നോക്കും. പിന്നെ ഞാൻ എന്തിനാ എന്നെ വിളിച്ചതെന്ന് പറയൂ. നമ്മളെ വീട്ടിന്റെ തൊട്ടടുത്ത് ആ മത്തായി ഏട്ടന്റെ മത്തായോ ഞാൻ നിന്നോട് പേടോ അത് എന്റെ അച്ഛന്റെ കൂടെ പഠിച്ച ആളാ. നിന്റെ പ്രായം നോക്ക മത്തായിച്ചേ അത്രയും നീട്ടിക്കൊണ്ടുണ്ട ആളാ. മത്തായിട്ടന് മോണ്ട് ബെന്നിനെ തയ്യ തിന്നാൻ പോവുക. എടാ ബെന്നിന്റെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ച. ജീവിതത്തിൽ അനക്ക് എത്ര തിന്നാൻ തരുന്നുണ്ടടാ. ആ കൂട്ടിയിട്ടൊക്കെ തിന്നാൻ തന്നിട്ട് അവസാനം നായ്ക്കൊക്കെ കൊടുക്ക. അല്ല അതിനെക്കാട് നല്ല ഐറ്റങ്ങൾക്ക് തന്നെ കൊടുക്കണം. അപ്പം എന്താണ് നിന്നെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വേണ്ടാത്തൊരു വർത്താനും ആ കല്യാണ വീട്ടിൽ ചെന്നാൽ നീ മിണ്ടരുത്. ആരെന്ത് ചോദിച്ചാലും പറയുക. കാരണം എന്താ പറയുക, നിന്റെ ഈ തെമ്മാടിത്തരം പറച്ചിലുകൊണ്ട് നിനക്ക് മാത്രമല്ല കിട്ടണ അച്ഛനും കിട്ടുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടൂല. എൻ്റെ അച്ഛനെ തന്നെയാണ് മിണ്ടൂല. അയ്യോ എന്നെ കല്യാണത്തിന് കൊണ്ടുപോയില്ലേ? എന്നെ കല്യാണത്തിന് കൊണ്ടുപോയില്ല. നന്നായിട്ട് എൻ്റെ തീറ്റിക്കാൻ കുടിക്കണം. ഏത് ചോറിലും ജിലേബി വാങ്ങിച്ചാലും പൊട്ടി ഇതൊക്കെ സമ്മതമാണ്. ചെയ്യുന്നതിന്റെ കല്യാണ വീട്ടിൽ പോണ ഉത്സവപ്പറമ്പ് പോയി കുത്തിരുന്നാ പോരെ. എല്ലാം അച്ഛനേറ്റടാ. നന്ദികേട് കാണിക്കരുത്, വൃത്തികേട് പറയരുത്. ഇന്നെ നേരം വെളുക്കോളും വേണ്ടാത്തരം പറഞ്ഞോ. എന്താണ് മോനായിട്ട് ഇങ്ങനെ ഒരു ഗതിയായല്ലോ. ലജ്ജാവതി. കല്യാണത്തിന് ആർക്ക് തരും എനിക്ക് വെച്ചിട്ട് പാടില്ല. ചോറ് തന്നില്ല ഞാൻ എല്ലാത്തിനെ ചെറിയ കുടിക്കും. ഞാൻ പൊന്നു മോനെ 100% ആർക്ക് ചോറല്ല ഒരു ചെമ്പിൻ്റെ അടുത്ത് പള്ളലാക്കി തരാം. കല്യാണം നീ ഒരു അക്ഷരം ഒരാളോട് സംസാരിക്കരുത്. കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ പഠിച്ച 2 ആൾ വരുന്നുണ്ട്. കൂടെ പഠിച്ചല്ല ഇപ്പം നാട്ടിലുള്ള പലതും പറയും.
ഒരക്ഷരം പൊന്നുമോനെ എനിക്ക് അവനെ നിപ്പുണ്ടോ എന്തൊരു പാവം അച്ഛനെ കണ്ടപ്പോ ഒരു സാധു എന്ത് കോലാണ് എന്ത് കോലാണ് അവനെന്താ പാവം കണ്ടില്ല ഇരിപ്പ് എന്താ കൊരങ്ങന്റെ കുട്ടിയട്ടെ എന്താ എത്ര കുട്ടികളുടെ മോനെ മാത്രം എല്ലാരും വന്ന് നോക്കണ അല്ല തോണ്ട് ഈ ഡീസൻസി കീപ്പ് ചെയ്യണം കേട്ടോ. ഇത് മതി മോനെ അച്ഛൻ ചത്താലും പ്രശ്നമില്ല അച്ഛൻ ചാകാണ്ട് ഇങ്ങനെ അമർത്തി ചിരിക്കല്ലേ മോനെ അപ്പക്കൂടി തുറന്ന മാതിരി എന്നെ പഠിപ്പിക്കുന്ന ഹെഡ് മാഷ് വരുന്നുണ്ട് റിട്ടയർഡ് ആണ്. പക്ഷെ അതിൻ്റെ മോൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള പക പണ്ട് മുണ്ടു ഒരു ആളാ. ആരാ ബാബുവോ? ആ എന്താണ് ഇപ്പൊ ഊമ മാതിരി? നിങ്ങളെ മോനല്ലേ? നിങ്ങളെ മോനെ ചെയ്യും മുമ്പ് കാണാത്ത മാസ്റ്റേ. അല്ല നിങ്ങളെ നല്ല സ്വഭാവമാണ്. നിർത്തി ഇവനൊക്കെ എന്ത് വൃത്തികേടായിരുന്നു ക്ലാസ്സിൽ. ഉണ്ടായിരുന്നോന്നോ? ഞങ്ങളില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ അവനെ നിർത്താൻ. മാഷേ അല്ല മാഷല്ല കഴിഞ്ഞ ആഴ്ച വരെ എന്റെ മുണ്ട് പറിച്ചു ഓടിയാ. ഇങ്ങനത്തെ നിൽക്കുന്ന കുട്ടികൾ ഇന്ത്യയിലുണ്ടോ? അല്ല അതാണിപ്പോ എനിക്കും അത്ഭുതം. എന്താണിപ്പോ നൃത്തം? എന്താണ് ഒരൊറ്റ അടി അടിച്ചിട്ട് മാഷേ എന്തു മാഷേ ഇവനെ ഇവിടെ ആകെ വഷളാക്കണം. എന്താണ് എന്താണ് എന്താടാ അടിച്ചിട്ട് ഇവനൊക്കെ നിങ്ങൾക്കാ കിട്ടേണ്ട അടി. നിങ്ങൾക്ക് അടി കിട്ടണമെന്ന്. ശരി അല്ല അത് വേണ്ട. എന്താണ് സംസാരിക്കുന്നില്ലല്ലോ എൻ്റെ മോൻ. എന്ത് മാഷേ എന്റെ മോൻ തെണ്ടിയ എന്തെങ്കിലും വേണ്ടാത്ത വർത്താനം പറഞ്ഞ എന്ത് എന്താണ് അവൻ എന്താ പറഞ്ഞു? എന്താണ് മാഷാൻ നോക്കൂല നിങ്ങൾ കുത്ത അല്ല എന്താ അവൻ പറഞ്ഞു നോക്കി? തല്ലല്ല വേണ്ട അവനോട് ചോദിക്കാം എന്താ പറഞ്ഞത്. അവനോട് ചോദിക്കാൻ അത് അവൻ പറയട്ടെ. എന്താണ് ചവിട്ട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ചോദിച്ചാ പെണ്ണിന്റെ വീട്ടുകാരാണെന്ന് വെച്ച് പെണ്ണിന്റെ കൂടെ വന്നാണോ ചോദിച്ചു. കല്യാണം നടക്കുമ്പോ പെണ്ണിന്റെ വീട്ടുകാരുടെ കൂടെയാണോ ഇതിൽ പങ്കെടുത്തുന്ന ഏത് മൊയ്തും ചോദിച്ചൂലേ? അല്ലാതെ പറഞ്ഞു പറഞ്ഞു. അപ്പൊ അതല്ല വേറെന്താ പറഞ്ഞു നോക്കി? ചെറുക്കന്റെ കൂട്ടുകാരാണോന്ന് വെച്ച് അതുമല്ല ആണോ ചെറുക്കൻ അതല്ലാന്ന് പറഞ്ഞു. അതല്ല അവൻ അത് ഞാൻ പിന്നെ ചോദിക്കണ്ട അവന്റെ അച്ഛന്റെ കല്യാണമാണെന്ന് ചോദിച്ചു. ശരി അത് വലിയ സമ്മാനത്തിലാ